രുചിയുടെ പാതയിൽ കൂടലൂരിന്റെ ജി ദേവദാസ് പാചകത്തിൽ അതുല്യയാത്ര തുടരുന്നത് വേറിട്ട കാഴ്ചയാകുന്നു. വട്ടനാട് GVHSSൽ നടക്കുന്ന തൃത്താല ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് ആയിരങ്ങൾക്ക് ഭക്ഷണം ഒരുക്കുന്ന ഇദ്ദേഹമാണ്. MTയുടെ നാടായ കൂടലൂരിൽ നിന്നാണ് പാചകത്തിന്റെ ചൂടിൽ നീണ്ട 26 വർഷം പിന്നിട്ട ഗണപതി വളപ്പിൽ ദേവദാസ് എന്ന 67കാരൻ ആയിരങ്ങളുടെ മനസ്സിൽ രുചിയുടെ ഭക്ഷണം ഒരുക്കുന്നത്. 2001 തൃത്താല ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് പാചക ചുമതല ഏറ്റെടുത്താണ് അദ്ദേഹത്തിന്റെ പൊതു പാചക ജീവിതത്തിലെ ആദ്യ തുടക്കം. അതേ വർഷം തന്നെ പട്ടാമ്പിയിൽ നടന്ന പാലക്കാട് ജില്ലാ കലോത്സവത്തിന് പാചകമൊരുക്കി ശ്രദ്ധ നേടി. പിന്നീട് മലപ്പുറം, കോഴിക്കോട് തുടങ്ങിയ ജില്ലകളിലെ കലോത്സവങ്ങൾ അദ്ദേഹത്തിന്റെ സംഘമാണ് പാചകപ്പുരയുടെ ചുമതല നിർവഹിച്ചത്. 2013 പാലക്കാട് വേദിയായ സംസ്ഥാന ശാസ്ത്രമേളയിൽ 40,000-ത്തിലധികം പേർക്ക് ഭക്ഷണം ഒരുക്കി മികവ് തെളിയിച്ചു. ശുചിത്വത്തോടു കൂടിയ പാചക രീതിയും സമയനിഷ്ഠയും ആത്മാർത്ഥതയും സ്നേഹപൂർവമായ സമീപനവും അദ്ദേഹത്തെ കേരളത്തിലെ സ്കൂൾ പൊതുപരിപാടികളിലെ വിശ്വസ്ത പാചക വിദഗ്ധനാക്കി മാറ്റി. പാചകം തൊഴിൽ മാത്രമല്ല, ജീവൻ തന്നെയാണ്. ഭക്ഷണം ഒരാളുടെ വയറിനേക്കാൾ മനസ്സിനെയാണ് നിറയ്ക്കേണ്ടതെന്നാണ് ദേവദാസ് വിശ്വസിക്കുന്നത്. 28 വർഷം കൂടലൂരിൽ ഹോട്ടൽ നടത്തിയ പാചക പ്രതിഭ പിതാവ് ശങ്കുണിൽ നിന്നാണ് ദേവദാസ് ആദ്യമായി പാചകത്തിന്റെ രഹസ്യങ്ങൾ പഠിച്ചത്. പിതാവിന്റെ അടുക്കള തന്നെയായിരുന്നു ഇദ്ദേഹത്തിന്റെ ആദ്യ സ്കൂൾ. ഇവിടെ നിന്നുള്ള പാഠങ്ങൾക്കൊപ്പം പിതാവിൽ നിന്നുള്ള പാരമ്പര്യം, കഠിന പ്രയത്നം കൈമുതലാക്കിയാണ് പാചകരംഗത്തിന്റെ നാടിന്റെ രുചിയുടെ പ്രതീകമായത്. ദേവദാസിനോടൊപ്പം സഹായത്തിനായി 20 വർഷമായി ഒപ്പം സഞ്ചരിക്കുന്ന 81കാരൻ കേശവൻ മലമാക്ക്, കൂടാതെ രാജൻ കടവല്ലൂർ, ഹനീഫ തച്ചറാങ്കുന്ന്, സുബ്രഹ്മണ്യൻ കൂടല്ലൂർ, കുട്ടൻ പരദൂർ എന്നിവർ പാചകയാത്രയിൽ ഓരോ വിരുന്നിനെയും ഉത്സവമാക്കി രുചികരമായ ഭക്ഷണത്തിന്റെ വിജയകഥയാക്കി. തിങ്കളാഴ്ച തുടങ്ങി വ്യാഴാഴ്ച സമാപിക്കുന്ന കലോത്സവത്തിൽ ഉച്ചഭക്ഷണത്തിന് സ്വാദ് നിറഞ്ഞ വിവിധ വിഭവങ്ങളാണ് ഇദ്ദേഹം ഒരുക്കുന്നത്. ശങ്കുണ്ണി അമ്മുണ്ണി ദമ്പതിമാരുടെ 4 മക്കളിൽ മൂന്നാമനാണ് ദേവദാസ്. സുമയാണ് സഹധർമ്മിണി. ഡോക്ടർ രേഷ്മ, രഞ്ജന, രമ്യ എന്നിവർ മക്കളും സജിത്, കണ്ണൻ എന്നിവർ മരുമക്കളുമാണ്. ആ കൊല്ലം തന്നെ പാലക്കാട് ജില്ല കലോത്സവം പട്ടാമ്പിയിൽ വെച്ചാണ്. ആ കൊല്ലം തന്നെ അന്ന് അതും നമ്മൾ തന്നെ ചെയ്തു. അവിടെ എത്ര വർഷമായി? 26 വർഷമായി. 13 സംസ്ഥാന ശാസ്ത്രമേള. അത് വന്നിട്ട് അതും അന്ന് കാശ് തന്നെയാണ് എൻ്റെ ഭക്ഷണ ചാർജ്. ഇവരല്ല, ഈ സംഘടന. അത് 40,000 വരെ വർഷം 4 ദിവസം.